ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. എബ്രായലേഖനം 11-ാം അധ്യായം 7-ാം വാക്യം നമുക്ക് വായിക്കാം. വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെക്കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി പൂണ്ട് തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് ഒരു പെട്ടകം തീർത്തു. വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെക്കുറിച്ച് ഒരു അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി പൂണ്ട് തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായിട്ടൊരു പെട്ടകം തീർത്തു. നാം ഈ വിഷയം തുടരെ ചിന്തിച്ചു വരികയാണ്. നോഹയുടെ കാലം, നോഹയുടെ വിശ്വാസം. കഴിഞ്ഞ പ്രാവശ്യം നാം ചിന്തിച്ചത് 5 വാക്കുകളാണ്. അത് ചിന്തിക്കാൻ തുടങ്ങിയുള്ളൂ. നോഹ വിശ്വാസത്താൽ ദൈവത്തോട് കൂടെ നടന്നു. ഹി ഹാഡ് ദ ഫെയ്ത്ത് ടു വാക്ക് വിത്ത് ഗോഡ്. ദൈവത്തോട് നടക്കുവാനുള്ള വിശ്വാസം ഉണ്ടായിരുന്നു. നോഹയ്ക്ക് ദൈവത്തോടുകൂടെ നടക്കുവാനുള്ള വിശ്വാസം ഉണ്ടായിരുന്നു. വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെക്കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് ഒരു പെട്ടകം തീർത്തു. ഭയഭക്തിയോടെ അരുളപ്പാട് കിട്ടിയപ്പോൾ ഭയത്തോടും ഭക്തിയോടും കൂടെ അത് വിശ്വസിച്ചു, അരുളപ്പാട് വിശ്വസിച്ചു, പ്രവർത്തിച്ചു. വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെക്കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി കൊണ്ട് തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് ഒരു പെട്ടകം തീർത്തു. നോഹ വാക്ക് വിത്ത് ഗോഡ്, ദൈവത്തോടുകൂടെ നടന്നു. രണ്ടാമത് നാം കണ്ടത് വർക്ക് ഫോർ ഗോഡ്, ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ചു. 1 വാക്കിംഗ് വിത്ത് ഗോഡ്, 2 വർക്കിംഗ് ഫോർ ഗോഡ്. ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ചു. വിശ്വാസത്താലാണ് പ്രവർത്തിച്ചത്. പെട്ടകം തീർത്തു, പെട്ടകം പണിതു. വിശ്വസിച്ചു, അതുകൊണ്ട് നോഹ പ്രവർത്തിച്ചു. വിശ്വാസത്താൽ പ്രവർത്തിച്ചു, വിശ്വാസത്താൽ ജോലി ചെയ്തു. വിശ്വാസത്താൽ നോഹ ഒരു പെട്ടകം തീർത്തു. വാക്കിംഗ് വിത്ത് ഗോഡ്, വർക്കിംഗ് ഫോർ ഗോഡ്, ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ചു. മൂന്നാമത്തേത് നാം ചിന്തിച്ചത് നോഹ വിറ്റ്നസിങ് ഗോഡ്, ദൈവത്തെ വിറ്റ്നസ് ചെയ്തു, ദൈവത്തെ സാക്ഷിച്ചു. അതിനുള്ള വിശ്വാസം ഉണ്ടായിരുന്നു. ഹി ഹാഡ് ദ ഫെയ്ത്ത് ടു വിറ്റ്നസ് ഗോഡ്, ദൈവത്തെ വിറ്റ്നസ് ചെയ്യാൻ, ദൈവത്തെ സാക്ഷിക്കാൻ അതിനുള്ളതായ വിശ്വാസം ഉണ്ടായിരുന്നു. ദൈവത്തെ വിറ്റ്നസ് ചെയ്തു. 1 വാക്കിംഗ് വിത്ത് ഗോഡ്, 2 വർക്കിംഗ് ഫോർ ഗോഡ്, 3 വിറ്റ്നസിങ് ഗോഡ്, ദൈവത്തെ സാക്ഷിച്ചു. നാലാമത്തേത് വെയിറ്റിംഗ് ഫോർ ഗോഡ്, ദൈവത്തിന് വേണ്ടി കാത്തിരുന്നു. ദൈവത്തിൻ്റെ അരുളപ്പാടിന് വേണ്ടി കാത്തിരുന്നു, ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരുന്നു. അത് നമുക്ക് ചിന്തിക്കാൻ പോകുന്ന വിഷയമാണ്. ദൈവത്തിന് വേണ്ടി കാത്തിരുന്നു. 5ാമത്തേത് വർഷിപ്പിംഗ് ഗോഡ്, ദൈവത്തെ ആരാധിച്ചു. ഈ 5 വാക്കുകളും ഇംഗ്ലീഷിൽ പറയുമ്പോൾ ആ വാക്കുകളുടെ ആദ്യത്തെ അക്ഷരം W എന്നാണ്. വാക്ക്, വർക്ക്, വിറ്റ്നസ്, വെയിറ്റ്, വർഷിപ്പ്. ഈ 5 വാക്കുകൾ നോഹയെക്കുറിച്ചുള്ള ഒരു സമഗ്ര വിവരണം നമുക്ക് ആ വാക്കുകളിൽ കൂടെ ഉണർത്താൻ പറ്റും. നമ്മെ തന്നെ, നമ്മുടെ മനസ്സാക്ഷിയെ ഉണർത്താൻ പറ്റും. നമുക്ക് ചിന്തിച്ച് ധ്യാനിക്കാൻ പറ്റും. നമുക്ക് ഇന്ന് വെയിറ്റിംഗ് ഫോർ ഗോഡ്, ദൈവത്തിന് വേണ്ടി കാത്തിരുന്നു എന്നുള്ളത് എന്ത് എന്ന് നമുക്ക് ചിന്തിക്കാം. ഒരു ബദ്ധപ്പാടുമില്ലാതെ, സ്വന്തമായ അഭിപ്രായമില്ലാതെ, സ്വന്തം പ്ലാനില്ലാതെ, സ്വന്തം പദ്ധതിയില്ലാതെ നോഹ ദൈവത്തിൻ്റെ അരുളപ്പാടിന് വേണ്ടി കാത്തിരുന്നു. ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരുന്നു. ദൈവത്തിൽ നിർദ്ദേശം കിട്ടാൻ കാത്തിരുന്നു. ദൈവം നിശ്ചിതമായ നിർദ്ദേശം തരുന്നത് കാത്തിരുന്ന് പ്രാപിച്ചു. വെയിറ്റ് ചെയ്തു, കാത്തിരുന്നു. ഹബക്കൂക്ക് പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം ആദ്യ ഭാഗം വായിക്കുമ്പോൾ പ്രവാചകൻ പറയും, കാത്തിരിപ്പീനെന്ന്. വെയിറ്റ് ചെയ്യുക. ഒരിക്കലും നിങ്ങൾ സംശയിക്കാതെ വെയിറ്റ് ചെയ്യുക. ലഭിക്കുമോ ഇല്ലയോ എന്ന് നിങ്ങൾ അല്പം പോലും അവിശ്വസിക്കാതെ വെയിറ്റ് ചെയ്യുക, കാത്തിരിക്കുക. നമുക്ക് വായിക്കാം. ഞാൻ കൊത്തളത്തിൽ നിന്ന് കാവൽ കാത്തുകൊണ്ട് അവൻ എന്നോട് എന്തരുളി ചെയ്യുമെന്നും എൻ്റെ ആവലാതി സംബന്ധിച്ച് ഞാൻ എന്തുത്തരം പറയേണ്ടുവെന്നും കാണേണ്ടതിന് ദൃഷ്ടിവെക്കും. ഹബക്കൂക്ക് പ്രവാചകന് ചില ആവലാതികളുണ്ടായിരുന്നു, ചില പ്രയാസങ്ങളുണ്ടായിരുന്നു, മനസ്സിനെ അലട്ടുന്നതായ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു, ജീവിതത്തിൽ ചില ദുരിതങ്ങളും വേദനകളും യാതനകളും ഉണ്ടായിരുന്നു. പ്രവാചകനാണ്, പക്ഷേ കഷ്ടപ്പാടിൽ മുങ്ങി വലയുന്നൊരു മനുഷ്യനായിരുന്നു. എന്താണ് എൻ്റെ ആവലാതി
എന്തുകൊണ്ടാണ് ഈ അവലാതി? എന്നാണ് ഇതിനൊരു അറുതി? എന്താണ് വേണ്ടത്? ഞാൻ കൊത്തളത്തിൽ നിന്ന് കാത്തുകൊണ്ട് എൻ്റെ ആവലാതി സംബന്ധിച്ച് ഞാൻ എന്ത് ഉത്തരം പറയേണ്ടു എന്നറിയേണ്ടതിന് ദൃഷ്ടി വയ്ക്കും. യഹോവ എന്നോട് ഉത്തരമരുളിയത്, യഹോവ എന്നോട് ഉത്തരമരുളിയത്, നീ ദർശനം എഴുതുക, നീ ദർശനം എഴുതുക, ഓടിച്ചു വായിപ്പാൻ തക്കവണ്ണം അത് പലകയിൽ തെളിവായി വരയ്ക്കുക. ഓടിച്ചു വായിപ്പാൻ തക്കവണ്ണം പലകയിൽ തെളിവായി വരയ്ക്കുക. ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു, ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു. അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. സമയം തെറ്റുകയുമില്ല, സമയം തെറ്റുകയുമില്ല. അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക, വൈകിയാലും അതിനായി കാത്തിരിക്കുക. അത് വരും നിശ്ചയം, വരും നിശ്ചയം, താമസിക്കുകയുമില്ല. താമസിക്കുകയുമില്ല. ദൈവത്തിൻ്റെ വ്യക്തമായ അരുളപ്പാടുകൾ കൃത്യമായി ലഭിക്കും നമുക്ക് വേണമെങ്കിൽ, നാം ആവശ്യക്കാരാണെങ്കിൽ. ദൈവത്തിൻ്റെ ഹിതപ്രകാരം നടക്കണമെന്ന് നമുക്ക് നിർബന്ധമുണ്ടെങ്കിൽ, എൻ്റെ അഭിപ്രായപ്രകാരമല്ല, എൻ്റെ കർത്താവേ നിൻ്റെ ഹിതപ്രകാരം എനിക്ക് നടക്കണം, എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ ചുവടുവെപ്പിലും നിൻ്റെ നിർദ്ദേശങ്ങൾ എനിക്ക് ലഭിക്കണം, നിൻ്റെ നിർദ്ദേശത്തിന് വിരുദ്ധമായ ഒരു ദിശയിലൂടെ പോകുവാൻ എനിക്ക് ഇടവരരുത് എന്നുള്ള നിർബന്ധം എനിക്കുണ്ടെങ്കിൽ ദൈവം എന്നെ നടത്തുമെന്നുള്ളതിന് സംശയമില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിക്കൂ. നിങ്ങൾ ദൈവഹിതം നടന്നാൽ മതിയെന്ന് പറയുമ്പോൾ പോലും പൂർണ്ണമായും നിങ്ങളുടെ സ്വയത്തെ ബലി കഴിച്ചുകൊണ്ട്, നിങ്ങളുടെ സ്വന്തം ഇഷ്ടത്തെ നിങ്ങൾ പിന്നിലേക്ക് തള്ളിക്കൊണ്ട് ദൈവത്തിൻ്റെ ഹിതത്തിന് പൂർണ്ണമായും വിധേയപ്പെടാൻ നിങ്ങൾ തയ്യാറാണോ? നാം വായിച്ചു, എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ മോശയെക്കുറിച്ച് പറയുകയാണ്. പ്രതിഫലം നോക്കിയതുകൊണ്ട് ഫറവോൻ്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുകയും മിസ്രയീമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിനെ നിന്ന് വലിയ ധനമെന്ന് മോശ എണ്ണുകയും ചെയ്തു. മോശ വേണമെങ്കിൽ പ്രതിഫലം ഇഷ്ടം പോലെ ലൗകികമായ പ്രതിഫലം ഉണ്ടായിരുന്നു. പക്ഷേ ഈ ലൗകികമായ പ്രതിഫലങ്ങളെല്ലാം അതെല്ലാം ഇവിടെ തീർന്നു പോകുമെന്ന് മോശയ്ക്ക് മനസ്സിലായി. എന്നാൽ ഇതിനപ്പുറം വലിയൊരു പ്രതിഫലം ഉണ്ട് എന്ന് മോശയ്ക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. മിസ്രയീമിൽ നിക്ഷേപങ്ങളുണ്ട്. കാരണം മിസ്രയീമിലെ ധനസമ്പത്ത് മുഴുവനും ഈ മോശയ്ക്ക് അവകാശപ്പെട്ടതാണ്. ഫറവോൻ്റെ പുത്രിയുടെ മകനാണ്, അടുത്ത കിരീട അവകാശിയാണ്, അടുത്ത ഫറവോ രാജാവാണ്, അടുത്ത രാജസ്ഥാനത്ത് വരേണ്ട ആളാണ്, അടുത്ത ഫറവോയായി വാഴേണ്ട ആളാണ്. എന്തൊരു വലിയ പദവിയാണ്! മിസ്രയീമിലെ ധനസമ്പത്ത് മുഴുവനും, മിസ്രയീമിലെ നിക്ഷേപങ്ങൾ മുഴുവനും, സ്വർണ്ണ കൂമ്പാരങ്ങളെല്ലാം എല്ലാം സ്വന്തമാക്കാൻ മോശയ്ക്ക് സാധിക്കും. കാരണം മോശ അടുത്ത രാജാവാണ്. ഈ വലിയ ധനത്തിൻ്റെ, ഈ വലിയ സ്വത്തിൻ്റെ ആധിപത്യം മുഴുവനും മുന്നിൽ കാണുന്നു. എന്നാൽ അതിൻ്റെ അപ്പുറത്ത് വേറൊരു പ്രതിഫലം കാണുന്നു. അതെന്താണ്? ക്രിസ്തുവിൻ്റെ നിന്ന, ആക്ഷേപം സഹിക്കുക, യാതന സഹിക്കുക, മരുഭൂമിയിൽ കൂടെ അലഞ്ഞു തിരിയുക, എല്ലാവരാലും നിരസിക്കപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്യുക, കൂടെ കൊണ്ടുപോകുന്നവർ പോലും എതിർത്ത് നിൽക്കുക, കൂടെ നടക്കുന്നവർ പോലും കുതികാല ചവിട്ടുക, എന്തെല്ലാം പ്രശ്നങ്ങൾ! മോശ അതെല്ലാം ക്രിസ്തുവിനെ നിന്ന് വലിയ ധനമെന്നെണ്ണി. ഈ മിസ്രയീമിലെ നിക്ഷേപങ്ങൾ അതെല്ലാം നിസ്സാരെന്ന് കാണാൻ മോശയ്ക്ക് സാധിച്ചു. ഇവിടെയുള്ളതായ നിക്ഷേപങ്ങൾ, ഇവിടെയുള്ള ഈ ധനസമൃദ്ധിയെല്ലാം എല്ലാം നിസ്സാരമെന്ന് മോശയ്ക്ക് എണ്ണുവാൻ കഴിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, മോശ വേണമെങ്കിൽ രാജാവായി തീർന്നു കഴിഞ്ഞാൽ മോശയ്ക്ക് കിട്ടും, അടുത്ത ഫറോവായിട്ട് വാഴാം. അതിനുശേഷം മരിച്ചു കഴിയുമ്പോൾ മോശയുടെ ശവശരീരം അത് ഒരു പിരമിഡിൽ അങ്ങനെ എന്നേക്കുമായി സൂക്ഷിക്കപ്പെടും. നല്ലതാണ്, പേരുണ്ട്, പെരുമയുണ്ട്, കീർത്തിയുണ്ട്, പ്രതാപമുണ്ട്. ഈജിപ്തിലെ പിരമിഡുകളിൽ ഒരെണ്ണത്തിൽ, ഒരു പിരമിഡിൽ മോശയുടെ ശവശരീരവും നിക്ഷേപിക്കപ്പെടും. എന്നാൽ ശവശരീരം പിരമിഡിൽ എത്ര കാലം ഇരുന്നാലും ആത്മാവ്, നിത്യസമാധാനം നഷ്ടപ്പെട്ടതായി, നിത്യസന്തോഷം നഷ്ടപ്പെട്ടതായി, നിത്യസൗഭാഗ്യം നഷ്ടപ്പെട്ടതായി, അത് നഷ്ടപ്പെട്ടു പോകുമെന്ന് മോശയ്ക്ക് മനസ്സിലായി. അതുകൊണ്ട് മോശ മിസ്രയീമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിനെ നിന്ന് വലിയ ധനം എന്ന് എണ്ണി. ക്രിസ്തുവിനെ വിറ്റ്നസ് ചെയ്യാൻ നമുക്ക് സാധിക്കണം. വിറ്റ്നസ് ചെയ്താൽ ക്രിസ്തുവിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും. യഥാർത്ഥമായ ഒരു വിറ്റ്നസ് ആണെങ്കിൽ, യഥാർത്ഥമായി ക്രിസ്തുവിൻ്റെ ഒരു സാക്ഷിയാണെങ്കിൽ, ക്രിസ്തുവിനെ സാക്ഷിക്കണമെന്നുള്ളത് നമ്മുടെ നിർബന്ധമാണെങ്കിൽ, എൻ്റെ ജീവിതത്തിൽ കൂടി യേശു ക്രിസ്തുവിനെ പ്രതിഫലിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ തീരാ നഷ്ടമാണെന്നൊക്കെ മനസ്സിലായാൽ, പ്രിയപ്പെട്ടവരെ, നാം ക്രിസ്തുവിന് വേണ്ടി എന്തും സഹിച്ച് നാം ക്രിസ്തുവിന് വേണ്ടി കാത്തിരിക്കാൻ സാധിക്കുക, ക്രിസ്തുവിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കാൻ സാധിക്കുക. മിസ്രയീമിൽ നിന്ന് മോശ പുറപ്പെട്ടു,
പുറപ്പെട്ടതിന് ശേഷം യിത്രോവിൻ്റെ ആളുകളെ നോക്കിക്കൊണ്ട് ആ മരുഭൂമിയിൽ കൂടിയും മലഞ്ചെരുവിൽ കൂടിയും മോശ നടന്നതായ കാലങ്ങൾ, ഹെബ്രോൻ മലയുടെ തീരത്തും അവിടെ സീനായി മരുഭൂമിയുടെ ഓരത്തും മോശ നടന്നതായ കാലങ്ങൾ. പ്രിയപ്പെട്ടവരെ, ആ കാലങ്ങൾ എത്ര ദുരിതം പിടിച്ചതായിരുന്നു. ഏകനായി, ആർക്കും വേണ്ടാത്തവനായി, ഒരു വിലയുമില്ലാത്തവനായി മോശ നടന്നപ്പോൾ എപ്പോഴെങ്കിലും മോശ ഓർത്തു കാണുമോ? എനിക്കറിഞ്ഞുകൂടാ. അങ്ങനെ ഞാൻ ചിന്തിക്കുന്ന അപാകതയാണോ? മോശ ചിന്തിച്ച് കാണുമോ? വേണ്ടായിരുന്നു. ഈ അലഞ്ചെരിയിലൊന്നും വേണ്ടായിരുന്നു. ഈ കഷ്ടപ്പാടൊന്നും വേണ്ടായിരുന്നു. അവിടെ ആ മിസ്രയീം കൊട്ടാരത്തിൽ വാണാ മതിയായിരുന്നു. ഞാൻ എന്തിനാണ് ആ കൊട്ടാരം വിട്ട് ഇറങ്ങിയത്? എന്ത് വിഡ്ഢിത്തമാണ് ഞാൻ കാണിച്ചത്? ഞാൻ ആ മിസ്രയീമ്യൻ പാവപ്പെട്ട ഇസ്രായേലിനെ അടിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് എന്തുകൊണ്ടോ എനിക്ക് ആ മിസ്രയീമ്യനെ അവനെ അടിച്ചു കൊല്ലണമെന്ന് തോന്നി. ഞാൻ എന്തിനാ വിഡ്ഢിത്തത്തിന് പോയി? ഞാൻ എന്തിനാ അബദ്ധം ചെയ്യാൻ പോയി? എനിക്ക് വേണമെങ്കിൽ അതൊക്കെ ഒഴിവാക്കാമായിരുന്നു. ഞാൻ ആ കൊട്ടാരം വിട്ട് പോരണ്ടായിരുന്നു. ആ കൊട്ടാരത്തിൻ്റെ പദവിയിൽ കഴിയാമായിരുന്നു. നല്ല പ്രതാപത്തിൽ കഴിയാമായിരുന്നു. എല്ലാവരും എനിക്ക് സ്തുതി പാടാൻ ചുറ്റും നിന്നിരുന്നേനെ. മിസ്രയീമിലെ സൈന്യങ്ങളും സൈന്യ നായകന്മാരും എൻ്റെ ചുറ്റും ഓച്ഛാനിച്ച് നിന്നേനെ. എനിക്കെന്ത് പദവി ഉണ്ടായിരുന്നു? എല്ലാം ഞാൻ നഷ്ടപ്പെടുത്തി. എന്തിന്? ഇപ്പോൾ ഈ ആടുകളുടെ പിറകെ ഒരു ആടുമോട്ടക്കാരനായി നടക്കാനാണോ? എൻ്റെ ജീവിതം അങ്ങനെ തീരാനാണോ? മോശ വേണമെങ്കിൽ അങ്ങ് ചിന്തിച്ച് കാണുമോ? ചിന്തിച്ചതായി തിരുവചനം പറയുന്നില്ല. എന്നാൽ നമ്മുടെ മാനുഷിക ബുദ്ധിയിൽ അങ്ങനെയെല്ലാം ചിന്തിച്ച് പോകാവുന്നതാണ്. പ്രിയപ്പെട്ടവരെ, മോശ തളർന്നില്ല. മോശ ഹി വാസ് വെയിറ്റിംഗ് ഫോർ ഗോഡ്. ദൈവത്തിന് വേണ്ടി കാത്തിരുന്നു. ദൈവത്തിന് വേണ്ടി കാത്തിരുന്നു. എന്നെ വിളിച്ചിറക്കിയവൻ അവൻ വിശ്വസ്തനാണ്. അവന് ലാക്കോടുകൂടിയാണ് എന്നെ വിളിച്ചിരിക്കുന്നത്. എൻ്റെ മുമ്പിൽ വലിയൊരു ലക്ഷ്യം അവൻ കണ്ടിരിക്കുന്നു. വലിയൊരു ഉന്നതമായ ലാക്കിലേക്ക് അവൻ എന്നെ കൊണ്ടുപോകുകയാണ്. ഉന്നതമായൊരു ജീവിത ലാക്ക്, ഉന്നതമായൊരു ജീവിത ലക്ഷ്യം, ഉന്നതമായൊരു ആദർശം, അതിലേക്ക് ദൈവം എന്നെ അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നിത്യനായ ദൈവം എൻ്റെ ഈ യാതനയുടെ കാലങ്ങളിലും സകലരാൽ ഒറ്റപ്പെടുന്ന ഈ കാലങ്ങളിലും എല്ലായിടത്തു നിന്നും പരിഭവവും പിറുപിറുപ്പും വരുന്ന ഈ കാലങ്ങളിലും ഞാൻ ഏകനായി ആടുകളുടെ പുറകെ നടക്കുന്ന ഈ കാലങ്ങളിലും എല്ലാം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന രണ്ട് കണ്ണുകളുണ്ട്. മോശയ്ക്കറിയാമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. 40 കൊല്ലം മിസ്രയീം കൊട്ടാരത്തിൽ കഴിഞ്ഞ മോശ 40 കൊല്ലം മരുഭൂമിയിൽ കൂടി ആടുകളുടെ പുറകെ അലഞ്ഞു നടന്നു. ദൈവത്തിന് സ്തോത്രം. അമ്മായപ്പൻ്റെ ആടുകൾ നോക്കിക്കൊണ്ട് ആ സീനായി മലയുടെ ചെരുവിൽ കൂടി നടന്നു വരുമ്പോഴാണ് ഒരു ദിവസം അത്ഭുതം, മഹാത്ഭുതം നടന്നത്. അവിടെ മോശ നോക്കുമ്പോൾ ഒരിടത്ത് നിന്ന് മോശയെ മോശയെ എന്ന് വിളിക്കുന്നൊരു ശബ്ദം കേട്ടു. ഒരു ശബ്ദം. മോശ ഞെട്ടലോടെ നോക്കിയപ്പോൾ ഒരു മുൾപടർപ്പ് ഇങ്ങനെ കത്തുന്നു. മോശ അങ്ങോട്ട് അടുത്ത് ചെല്ലാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞു, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാണ്. നിൻ്റെ കാലിൽ നിന്ന് ചെരുപ്പ് ഊരിക്കളക. ഞാൻ എന്താണ് ഈ ശബ്ദം കേൾക്കുന്നത്? തീയുടെ നടുവിൽ നിന്ന് ഒരു ശബ്ദം. തീയുടെ നടുവിൽ നിന്നൊരു ശബ്ദം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നാം എല്ലാം നിൽക്കുന്നത് അങ്ങനെയാണ്. തീയുടെ നടുവിൽ നിന്നുള്ള ശബ്ദമാണ് നാം കേൾക്കുന്നത്. തീയുടെ നടുവിൽ നിന്ന്, ആ തീയുടെ നടുവിൽ മോശ ജീവനുള്ള ദൈവത്തിൻ്റെ ശബ്ദമാണ് കേട്ടത്. ആ മുൾപടർപ്പ് കത്തുന്നുണ്ട്. പക്ഷേ മുൾപടർപ്പ് കത്തി തീരുന്നില്ല. അത് ചാമ്പലാകുന്നില്ല. അത് കത്തി അമരുന്നില്ല. കത്തിക്കൊണ്ടിരിക്കുന്നു. മുൾപടർപ്പിന് കേടുവരുന്നുമില്ല. ദൈവത്തിന് സ്തോത്രം. തീയ് ഇത് കേടുവരുത്താത്ത തീയാണ്. ഇത് ചാമ്പലാക്കാത്ത തീയാണ്. ഈ സ്വർഗത്തിൻ്റെ തീയാണ്. സ്വർഗത്തിൻ്റെ തീയിൽ നിന്ന് സ്വർഗീയമായ എള്ളപ്പാട് കിട്ടുകയാണ്. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, നമുക്കും നിരന്തരം ഇതാണ് ലഭിക്കുന്നത്. സ്വർഗത്തിൻ്റെ അരുളപ്പാടുകൾ, സ്വർഗത്തിൻ്റെ തീയുടെ ശബ്ദം, തീയുടെ പ്രത്യക്ഷത, തീയുടെ അരുളപ്പാടുകൾ, തീയുടെ ദൂതുകൾ. അതാണ് അന്ന് മോശ കിട്ടിയതുപോലെ കാത്തിരുന്ന് പ്രാപിക്കുക. കർത്താവിന് സ്തോത്രം. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? കർത്താവേ, തീയുടെ നടുവിൽ നിന്നുള്ളതായ ശബ്ദം എനിക്ക് കേൾക്കണം. തീയുടെ നടുവിൽ നിന്നുള്ളതായ ശബ്ദം എനിക്ക് തിരിച്ചറിയണം. എൻ്റെ കർത്താവേ, എന്നെ പേർ ചൊല്ലി വിളിക്കുന്ന സ്വരം എനിക്ക് കേൾക്കണം. എന്നെ വ്യക്തിപരമായി അറിയുന്ന എൻ്റെ ജീവനുള്ള ദൈവത്തിൻ്റെ സ്വരം കേട്ടുകൊണ്ട് കർത്താവേ, ഞാൻ എൻ്റെ പഴയ ആളത്തിലുള്ളതെല്ലാം അഴിച്ചൂരി കളഞ്ഞിട്ട് ഞാനിതാ വരുന്നു. ഞാൻ നടന്നു വന്ന വഴിത്താരയിൽ എൻ്റെ ചെരുപ്പിൽ പറ്റിയതായ അഴുക്കുകളുണ്ട്. ഇതുവരെ നടന്ന വഴിയിലുള്ളതായ അഴുക്കുകളുള്ള ഈ ചെരുപ്പുണ്ട്. അതെല്ലാം ഞാൻ ഊരി മാറ്റുന്നു. വേണ്ട, ഞാനിതാ വരുന്നു. ഇത് വിശുദ്ധ ഭൂമിയാണ്. തീയുടെ നടുവിൽ നിന്നുള്ള ശബ്ദമാണ്. ഞാനിതാ വരുന്നു. എൻ്റെ കർത്താവേ, നീ എന്നോട് എന്താണ് സംസാരിക്കുന്നത്? ദൈവത്തിന് സ്തോത്രം. കാത്തിരുന്ന് പ്രാപിക്കണം. മോശ കാത്തിരുന്ന് പ്രാപിച്ചു. 40 കൊല്ലത്തെ നീണ്ട കാത്തിരിപ്പ്. 40 കൊല്ലത്തെ നീണ്ട കാത്തിരിപ്പ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കാത്തിരിക്കാറുണ്ടോ? നിങ്ങൾ കാത്തിരുന്ന് എള്ളപ്പാട് വാങ്ങാറുണ്ടോ? നിങ്ങൾ കാത്തിരുന്ന് ദൈവശബ്ദം കേൾക്കാറുണ്ടോ? നിങ്ങൾ കാത്തിരുന്ന് ദൈവത്തിൻ്റെ ആലോചന ശ്രദ്ധിക്കാറുണ്ടോ? കർത്താവേ, നിനക്ക് എന്നോട് എന്താണ് അറിയിക്കാനുള്ളത്? എന്നോടുള്ളതിൻ്റെ ദൂത് എന്താണ്? ഇന്നത്തേക്കുള്ളതിൻ്റെ മെസ്സേജ് എന്താണ്? ഇന്ന് ഞാൻ പോകേണ്ട വഴി ഏതാണ്? ഇന്ന് എൻ്റെ ജീവിതത്തിൽ നീ എനിക്ക് തരുന്നതായി നിർദ്ദേശം എന്താണ്?
ഇന്ന് കർത്താവേ, എൻ്റെ ശുദ്ധീകരണത്തിനായി നീ എനിക്ക് തരുന്നതായ തിരുത്തൽ എന്താണ്? എനിക്ക് തരുന്ന കറക്ഷൻ എന്താണ്? എനിക്ക് നീ എന്താണ് തിരുത്താനായിട്ട് തരുന്നത്? സ്നേഹിതരെ, നിങ്ങൾ ചോദിക്കാൻ തയ്യാറാകണം, നിങ്ങൾ എളിമപ്പെടാൻ തയ്യാറാകണം. ദൈവം എനിക്ക് എന്താണ് തരുന്നത്? എനിക്ക് ഏതായാലും എൻ്റെ കർത്താവ് എന്നെക്കുറിച്ച് ആഗ്രഹിച്ചത് നിറവേറ്റുവാൻ എനിക്ക് മുന്നോട്ട് പോകണം. എന്തെല്ലാം ആഗ്രഹം കർത്താവ് പുലർത്തിയിട്ടുണ്ടോ, എന്നെ ഈ ഭൂമിയിലേക്ക് കർത്താവ് അയച്ചപ്പോൾ, ഈ ഭൂമിയിൽ ഒരു പ്രജയായി പിറന്നു വീഴുവാൻ എനിക്കിടയായപ്പോൾ, എൻ്റെ ദൈവമേ, നീ എന്നെക്കുറിച്ച് എന്തെല്ലാം പ്രതീക്ഷകൾ പുലർത്തിയോ അതെല്ലാം നിറവേറ്റിയിട്ട് എനിക്ക് എൻ്റെ ഓട്ടം ഓടി തികച്ച് കടന്നു വരണം. ദൈവത്തിന് സ്തോത്രം. സ്നേഹിതരെ, ഈ ഒരു വാഞ്ച നിങ്ങൾക്ക് വന്നാൽ സ്വർഗത്തിലെ ദൈവം നിങ്ങൾ നടത്താൻ തുടങ്ങും. ദൈവം മോശയെ തൻ്റെ കരുത്തിലെടുത്തു. മോശയ്ക്ക് 80-ാമത്തെ വയസ്സിലാണ് ഈ സ്വർഗീയമായ അരുളപ്പാട് കിട്ടിയത്. 80-ാമത്തെ വയസ്സിൽ അത് കഴിഞ്ഞുള്ള 40 വർഷം ദൈവത്തോട് കൂടെയായിരുന്നു. ഈ കാത്തിരുന്ന് ഈ അനുഗ്രഹം പ്രാപിച്ച് പിന്നെ ദൈവത്തോട് നടക്കുകയായിരുന്നു. ഇന്ന് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ദയവായി പറയണം, കർത്താവേ, ഞാൻ കാത്തിരുന്നു കൊള്ളാം, നിൻ്റെ ഹിതത്തിനായി ഞാൻ കാത്തിരുന്നു കൊള്ളാം, നിൻ്റെ ഹിതം നിവർത്തിക്കാൻ ഞാൻ താണുരുന്നു കൊള്ളാം, നിൻ്റെ ഹിതം, നിൻ്റെ ഇഷ്ടം നിവർത്തിക്കാൻ ഞാൻ എളിവപ്പെട്ടു കൊള്ളാം. കർത്താവേ, ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു കൊള്ളാം, ഞാൻ ദൈവത്തിനായി കാത്തിരുന്നു കൊള്ളാം, ദൈവത്തിൻ്റെ ഹിതത്തിനായി കാത്തിരുന്നു കൊള്ളാം, ദൈവത്തിൻ്റെ ആലോചനയ്ക്കായി കാത്തിരുന്നു കൊള്ളാം, ദൈവത്തിൻ്റെ നടത്തിപ്പിനായി കാത്തിരുന്നു കൊള്ളാം. കർത്താവേ, ഞാൻ കാത്തിരുന്നു കൊള്ളാം. ദൈവത്തിന് സ്തോത്രം. 27-ാം സങ്കീർത്തനത്തിൻ്റെ ഒടുവിലത്തെ വാക്യങ്ങൾ എന്താണെന്നറിയാമോ? ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിൻ്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. അതേ, യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക. വെയിറ്റ് ഫോർ ദ ലോർഡ്, വെയിറ്റ് ഫോർ ദ ലോർഡ്. യഹോവയ്ക്കായി പ്രത്യാശിക്കുക എന്ന്. ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിൻ്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. അതേ, യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പലരും മടുത്തു പോയിട്ടുണ്ടാകും. നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ മടുപ്പ് വന്നിട്ടുണ്ടാകും. ജയം കിട്ടുന്നില്ലല്ലോ എന്ന് മടുപ്പ് വന്നിട്ടുണ്ടാകും. എനിക്ക് പാപത്തിന് മേൽ ജയം കിട്ടുന്നില്ലല്ലോ, എൻ്റെ കോപം മാറുന്നില്ലല്ലോ, എൻ്റെ കർത്താവേ, ഞാൻ വേണ്ട എന്ന് വെച്ചിട്ടും പാവം പിന്നെയും എൻ്റെ ഹൃദയത്തിലേക്ക് ഇരച്ചു കയറി വരുന്നല്ലോ, ചീത്ത ചിന്തകൾ പിന്നെയും വരുന്നല്ലോ. നിങ്ങൾ ചിലർ മടുത്തു പോയിട്ടുണ്ടാകും. നിങ്ങൾക്ക് പലർക്കും തോൽവി പറ്റിയിട്ടുണ്ടാകും. എൻ്റെ സ്വഭാവത്തിലൊരു മാലിന്യം ഇനിയും നിൽക്കുന്നല്ലോ, സ്വഭാവത്തിൽ ചില മാലിന്യങ്ങൾ ഇനിയും നിൽക്കുന്നല്ലോ, സ്വഭാവത്തിൽ മുറുകെ പറ്റുന്ന പാവങ്ങൾ ചിലതുണ്ടല്ലോ. കർത്താവെ, വേണ്ട എന്ന് ഞാൻ തീരുമാനിച്ചതാണ്, പറിച്ചെറിഞ്ഞ് കളഞ്ഞിട്ടും പോകാതെ അട്ട കടിച്ചു തൂങ്ങിയതുപോലെ ചില പാപങ്ങൾ എന്നിൽ കടിച്ചു തൂങ്ങി നിൽക്കുന്നല്ലോ. വാശിയും വഴക്കും പിണക്കവും വൈരാഗ്യവും എൻ്റെ ഹൃദയത്തിൽ നിന്ന് പോകാതിരിക്കുന്നല്ലോ. കർത്താവെ, എനിക്കിതിന് പരിഹാരം വേണമല്ലോ. നിങ്ങൾ പറയാറുണ്ടോ? ദൈവത്തിന് സ്തോത്രം. ഇതിനൊരു പരിഹാരം വേണമല്ലോ കർത്താവെ, നിങ്ങൾ പറയാറുണ്ടോ? ദൈവത്തോട് നിങ്ങൾ ചോദിക്കാറുണ്ടോ? നിങ്ങൾ ദൈവസന്നിധിയിൽ ഇരുന്ന് കരയാറുണ്ടോ? ദൈവത്തിനായി കാത്തിരിക്കാറുണ്ടോ? കാത്തിരുന്ന് പ്രാപിക്കുക. പ്രിയപ്പെട്ടവരെ, നിർബന്ധമായി ചോദിച്ചു വാങ്ങുക, മുട്ടിപ്പായി പ്രാർത്ഥിക്കുക. അതാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിൻ്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. അതേ, യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക. ഹൃദയം ഉറച്ചിരിക്കട്ടെ എന്ന് പറയുന്നത് പ്രത്യാശ വയ്ക്കുക എന്നുള്ള ഇംഗ്ലീഷ് ബൈബിൾ വായിക്കുമ്പോൾ വെയിറ്റ് ഫോർ ദ ലോർഡ് എന്നാണ്. വെയിറ്റ് ഫോർ ദ ലോർഡ്. ആശയോടെ കാത്തിരിക്കുക, പ്രതീക്ഷയോടെ കാത്തിരിക്കുക, അത്യാകാംക്ഷയോടെ കാത്തിരിക്കുക, പ്രത്യാശയോടെ കാത്തിരിക്കുക. വെയിറ്റ് ഫോർ ദ ലോർഡ്. ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുക. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, മോശ കാത്തിരുന്നു, നോഹയും കാത്തിരുന്നു. നോഹ എങ്ങനെയാണ് കാത്തിരുന്നത്? നമുക്ക് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 7-ാം അധ്യായം 6-ാം വാക്യം വായിക്കാം. ഭൂമിയിൽ ജലപ്രളയം ഉണ്ടായപ്പോൾ നോഹയ്ക്ക് 600 വയസ്സായിരുന്നു. നോഹയ്ക്ക് 600 വയസ്സായിരുന്നു. നോഹയും പുത്രന്മാരും അവൻ്റെ ഭാര്യയും പുത്രന്മാരുടെ ഭാര്യമാരും ജലപ്രളയ നിമിത്തം പെട്ടകത്തിൽ കടന്നു. അവരെല്ലാവരും പെട്ടകത്തിൽ കടന്നു. മൃഗങ്ങളെല്ലാം കടന്നു, ഇഴജാതികളെല്ലാം കടന്നു. നോഹയും നോഹയുടെ ഭാര്യയും നോഹയുടെ പുത്രന്മാർ 3 പേരും നോഹയുടെ പുത്രന്മാർ 3 പേരുടെ ഭാര്യമാർ 3 പേരും, അങ്ങനെ 8 പേര് പെട്ടകത്തിൽ കടന്നു. അത് 600-ാം സംവത്സരത്തിലാണ്. എന്നാൽ പിന്നെ നാം വായിക്കുന്നത് 10-ാം വാക്യം വായിക്കൂ. 7 ദിവസം കഴിഞ്ഞ ശേഷം ഭൂമിയിൽ ജലപ്രളയം തുടങ്ങി. പെട്ടകത്തിൽ കടന്നു, 7 ദിവസത്തേക്ക് ഒരു പ്രശ്നവുമില്ല. ഇതെന്താ, ഇതൊന്നും കാണുന്നില്ലല്ലോ. ഈ നോഹയുടെ മക്കൾ പരസ്പരം പറഞ്ഞു കാണുമോ? അല്ലെങ്കിൽ നോഹയുടെ മക്കളുടെ ഭാര്യമാർ പറഞ്ഞു കാണുമോ? അപ്പോഴേ ദൈവം വരാൻ പറഞ്ഞ് മഴ പെയ്യുന്നല്ലേ, നമ്മളത് വിശ്വസിച്ചല്ലേ നമ്മൾ കയറിയത്. എന്തേ മഴയൊന്നും കാണുന്നില്ലല്ലോ. ഒരു ദിവസം കാത്തിരുന്നു, ഇത് ആകാശത്ത് നിന്ന് വെള്ളം ഭൂമിയിലേക്ക് പെയ്യുമെന്നാണ് പറഞ്ഞത്. എവിടെ പോയി? മഴയില്ലല്ലോ. പിറ്റേ ദിവസം കാത്തിരുന്നു, ദിവസം 2 മഴ പെയ്യുന്നില്ല, ദിവസം 3 മഴ പെയ്യുന്നില്ല. ഇതെന്താണ്? ദൈവം പറഞ്ഞു മഴ പെയ്യുമെന്ന്, പ്രളയം ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്. ആ പ്രളയം ഉണ്ടാകുമ്പോൾ വെള്ളത്തിന് മീതെ പതച്ച് നിൽക്കുന്ന ഒരു കപ്പൽ ഉണ്ടാക്കാനാണ് പറഞ്ഞത്. പെട്ടെന്ന് ഉണ്ടാക്കി. നിങ്ങൾ വിട്ടിത്തമായിപ്പോയോ?
നമ്മൾ ഇതിനകത്ത് കയറി ഇരുന്ന് അപ്പുത്തായി പോയോ? 7 ദിവസമായി 7 ദിവസമായി 7 ദിവസം കഴിഞ്ഞപ്പോൾ, അതാണ് 7 ദിവസം കഴിഞ്ഞപ്പോൾ ഭൂമിയിൽ ജലപ്രളയം തുടങ്ങി. 7 ദിവസത്തെ കാത്തിരിപ്പ്, 7 ദിവസത്തെ കാത്തിരിപ്പ്. നോഹ മടുത്തില്ല. നോഹയുടെ വാക്ക് കേട്ട് കയറിയവരും മടുത്തില്ല. അവർ പ്രതീക്ഷയോടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനമാണോ? വചനം നിറവേറും. ഈ പിള്ളേർ സംശയിച്ചു എന്ന് വേദപുസ്തകത്തിൽ പറയുന്നില്ല. പിള്ളേർ സംശയിച്ചപ്പോൾ നോഹ അവരോട് പറഞ്ഞു കാണും, മക്കളെ, ഞാൻ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ അരുളപ്പാട് പറഞ്ഞു തന്നിരുന്നല്ലേ, നിങ്ങളോട് ഞാൻ ദൈവത്തിൻ്റെ വചനം പറഞ്ഞു തന്നിരുന്നല്ലേ, നിങ്ങൾക്ക് ഞാൻ അരുളപ്പാട് തന്നിരുന്നല്ലോ. എന്താണ് അരുളപ്പാട്? 4-ാം വാക്യം. ഇനി 7 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഭൂമിയിൽ 40 രാവും 40 പകലും മഴ പെയ്യിക്കും. ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള സകല ജീവജാലങ്ങളെയും ഭൂമിയിൽ നിന്ന് നശിപ്പിക്കും. ഞാൻ പറഞ്ഞതല്ലേ, 7 ദിവസം കഴിഞ്ഞിട്ടേ മഴ പെയ്യുകയുള്ളൂ. അത് 40 ദിവസത്തേക്ക് മഴയുണ്ടാകും. കൃത്യമായ കണക്കല്ലേ ദൈവം തന്നിരിക്കുന്നത്. ദൈവത്തിന് തെറ്റുപറ്റുകയില്ല. നമ്മുടെ ദൈവം കൽപ്പിച്ചതാണോ നടക്കും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിശ്വസിക്കൂ. നിങ്ങൾ വാഗ്ദത്തങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. വാഗ്ദത്തങ്ങളെ മുറുകെ പിടിക്കണം. കർത്താവെ, നീ ഇത് കൽപ്പിച്ചിരിക്കുന്നു, ഞാൻ ആ വാഗ്ദത്തം മുറുകെ പിടിക്കുന്നു. കർത്താവെ, എൻ്റെ വശത്ത് 1000 വീഴുമെന്ന്, എൻ്റെ വലത്തുവശത്ത് 10,000 വീഴുമെന്ന്, പക്ഷേ അതൊന്നും എന്നോട് അടുക്കുകയില്ല എന്ന് നീ കൽപ്പിച്ചു. ഞാൻ വിശ്വസിക്കുന്നു. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കുകയില്ല എന്ന് നീ കൽപ്പിച്ചു. ഞാൻ വിശ്വസിക്കുന്നു. കർത്താവെ, ഒരു ആദിത്യദശയും ഒരു ചന്ദ്രദശയും ഒരു രാഹുർ ദശയും ഒരു കേതുർ ദശയും ഒരു ശുക്രദശയും ഒരു ശനിദശയും ഒന്നും എന്നെ സ്പർശിക്കുകയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം കർത്താവെ, ജാതകത്തിൻ്റെ കണക്കുകളും കർത്താവെ, ഇന്ന് ജ്യോതിഷം പറയുന്നതായ കണക്കുകളും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എൻ്റെ ജീവിതത്തിൽ. കാരണം എൻ്റെ ജീവിതത്തിൽ ക്രിസ്തു എന്ന ഒരു പുതിയ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഈ സൂര്യൻ്റെ വെളിച്ചത്തിലും ആ സൂര്യൻ്റെ ആകർഷണത്തിലും ഞാൻ നിൽക്കുന്നത് കൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇന്ന് ഈ പ്രകൃതിയിലുള്ള സൂര്യനോ ചന്ദ്രനോ ഗ്രഹങ്ങളോ ഉപഗ്രഹങ്ങളോ ഒന്നും ബാധിക്കുകയില്ല. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും എന്നെ ബാധിക്കുകയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശുവേ, ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ വചനം അങ്ങനെയാണ്. ഞാൻ വിശ്വസിക്കുന്നു. കർത്താവിന് സ്തോത്രം. ദൈവമക്കളെ, നമുക്ക് വിശ്വാസത്തോടെ അവകാശം പറയാം. അവകാശം പറഞ്ഞു തന്ന് ദൈവത്തോട് ചോദിച്ചു വാങ്ങാം. ദൈവത്തിന് സ്തോത്രം. അതുപോലെ വ്യക്തമായിട്ടാണ് അധരങ്ങളുടെ യാചന നിഷേധിച്ചതുമില്ല എന്ന് നാം 21-ാം സംഘത്തിൽ വായിച്ചു. അധരങ്ങളുടെ യാചന നിഷേധിച്ചതുമില്ല. കർത്താവിന് സ്തോത്രം. കർത്താവേ, എൻ്റെ ഈ ചുണ്ടുകൊണ്ട് ഞാൻ നിന്നോട് യാചിക്കുകയാണ്. ഇന്ന കാര്യം നീ എനിക്ക് സാധിപ്പിച്ചു തരണം. എൻ്റെ കോപം നീ മാറ്റിത്തരണം. എൻ്റെ വാശി നീ മാറ്റിത്തരണം. എൻ്റെ ഹൃദയത്തിൽ ഇപ്പോൾ ചില വൈരാഗ്യങ്ങൾ അത് വിട്ടിട്ടും പോകാതെ കിടക്കുന്നു. ചിലർ എന്നോട് ചെയ്ത ദ്രോഹങ്ങൾ അത് മറക്കാൻ പറ്റുന്നില്ല. അത് ഞാൻ ക്ഷമിച്ചു എന്നൊക്കെ ഞാൻ പറഞ്ഞെങ്കിലും പിന്നെയും മനസ്സിൽ പൊന്തി വരുന്നു. കർത്താവേ, ഞാനിത് മനസ്സോടെ മറക്കുന്നു. എൻ്റെ കർത്താവേ, ഞാൻ മനസ്സോടെ വിടുന്നു. ഇതെനിക്ക് മാറ്റിത്തരണം. അധരങ്ങളുടെ യാതന നിഷേധിക്കില്ലെന്നല്ലേ ഇതിൻ്റെ വാക്ക് പറഞ്ഞത്. ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളിങ്ങനെ ചെന്ന് ചോദിക്കണം. അത് നിങ്ങൾ ഭൗതികമായ കാര്യങ്ങൾ ചോദിക്കാം. ഭൗതികമായ കാര്യങ്ങൾ നിങ്ങൾ ഇവിടെ ഈ കുട്ടികൾ ഇരിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ പറയണം, കർത്താവേ, എനിക്ക് ഈ പരീക്ഷയിൽ ഉയർന്ന വിജയം തരണം, ഉയർന്ന മാർക്ക് തരണം. നിൻ്റെ വചനം അങ്ങനെയാണ്. ഞാൻ നിന്നെ വാലല്ല തലയാക്കുമെന്നെ വചനമാണ്. ഞാൻ വിശ്വസിക്കുന്നു. വാലല്ല തലയാക്കുമെന്ന് നീ പറഞ്ഞെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു. നീ ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞാൽ, യഹോവെങ്കിലേക്ക് തിരിഞ്ഞാൽ നീ അഭിവൃദ്ധി പ്രാപിക്കുന്നതിൻ്റെ വചനമാണ്. ഞാൻ വിശ്വസിക്കുന്നു. താഴ്മയ്ക്കും യഹോവഭക്തിക്കുമുള്ള പ്രതിഫലം ധനവും മാനവും ജീവനുമാകുന്നു. ഞാൻ വിശ്വസിക്കുന്നു. ഈ വചനം വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഈ വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അരികിലേക്ക് വരുന്നു. ഞാൻ എൻ്റെ പാദപീഠത്തിലേക്ക് വരുന്നു. ചോദിച്ചു വാങ്ങുക, പിടിച്ചു വാങ്ങുക, നിങ്ങൾ കാത്തിരുന്ന് വാങ്ങുക. അനുഗ്രഹം കിട്ടുവോളം നിങ്ങൾ പ്രാർത്ഥിക്കുക. എൻട്രൻസ് ടെസ്റ്റിന് എഴുതുന്ന കുട്ടികളുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കേൾക്കൂ. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ഇപ്പോൾ ദൈവത്തോട് പറയണം, കർത്താവേ, ഞാൻ എൻ്റെ ആയുസ് നിനക്ക് തന്നതല്ലേ. ഇത് ഞാൻ കല്ലിനെയും മരത്തെയും അല്ലല്ലോ ഏൽപ്പിച്ചത്, ഊമ വിഗ്രഹങ്ങളിലല്ലോ ഞാൻ ഏൽപ്പിച്ചത്. ജീവനുള്ള ക്രിസ്തുവിൻ്റെ കയ്യിലേക്കല്ലേ എൻ്റെ ആയുസ് ഞാൻ തന്നത്. കർത്താവെ, മനസ്സറിഞ്ഞൊരു പാവം വരികയില്ലെന്ന് ഞാൻ നിന്നോട് പറഞ്ഞ വാക്ക് ഞാൻ ഇതുവരെ പാലിച്ചല്ലോ, ഇനിയും പാലിക്കുമല്ലോ, എനിക്കത് സംശയമില്ലല്ലോ. അതുകൊണ്ട് കർത്താവെ, ഈ എൻട്രൻസ് ടെസ്റ്റ് എനിക്ക് പാസ്സാക്കി തരണം. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ പ്രാർത്ഥിക്കണം പ്രിയരെ, കുഞ്ഞുങ്ങളെ, നിങ്ങൾ പ്രാർത്ഥിക്കണം. അപ്പോൾ കാണാം സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരം നിങ്ങളെ തൊടുന്നത്, നിങ്ങളെ പിടിക്കുന്നത്, നിങ്ങളെ ഉയർത്തുന്നത്, നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കുന്നതും നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ കാത്തിരുന്ന് അനുഗ്രഹം പ്രാപിക്കുക. ചോദിച്ചു വാങ്ങുക, പിടിച്ചു വാങ്ങുക. ബലാത്കാരികൾ സ്വർഗരാജ്യം പിടിച്ചടക്കുന്നു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ദൈവത്തോട് ചോദിച്ചു വാങ്ങണം, കാത്തിരിക്കണം, കാത്തിരുന്ന് വാങ്ങണം. എന്തെല്ലാമാണ് നിങ്ങൾക്ക് ചോദിക്കാനുള്ളത്? എന്തെല്ലാമാണ് ചോദിക്കാനുള്ളത്? എല്ലാം ചോദിക്കണം.
ഒന്നും വിടരുത്. നിങ്ങൾ ഭൗതികമായ കാര്യങ്ങളും ആത്മീയമായ കാര്യങ്ങളും നിങ്ങളെ അലട്ടുന്ന പ്രശ്നങ്ങളും നിങ്ങളെ വിഷമിപ്പിക്കുന്നതായ ദുർഘടങ്ങളും പ്രതിസന്ധികളും എല്ലാം നിങ്ങൾ ദൈവത്തോട് പറഞ്ഞിട്ട് എല്ലാറ്റിനും ഒരു പരിഹാരം തരണമേ നിങ്ങൾ ചോദിച്ചു വാങ്ങണം. അങ്ങനെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. വലിയ കടഭാരമുണ്ട് കർത്താവേ, കർത്താവേ ഈ കടമൊന്ന് മാറ്റിത്തരാൻ നിൻ്റെ കരുണയുടെ കരം എൻ്റെ മേൽ വെക്കണം. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ദൈവമേ, മനസ്സിൽ വലിയ പ്രശ്നങ്ങളുണ്ട്, എൻ്റെ മക്കളെക്കുറിച്ചുള്ള ആവലാധികളുണ്ട്, മക്കളെക്കുറിച്ചുള്ള ചില വേവലാധികളുണ്ട്, ഇതെല്ലാം മാറ്റിത്തരണം കർത്താവേ. നിങ്ങൾ ചോദിക്കണം, ചോദിച്ചു വാങ്ങണം, പിടിച്ചു വാങ്ങണം. അങ്ങനെ അനുഗ്രഹം പ്രാപിക്കുക. ദൈവത്തിന് സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, അവിടെ നിന്ന വചനങ്ങൾക്കായി സ്തോത്രം. ജീവൻ്റെ സ്നേഹത്തിൻ്റെ ഇരളപ്പാടുകൾക്കായി സ്തോത്രം. എൻ്റെ കർത്താവേ, ഞങ്ങൾ കാത്തിരുന്ന് ചോദിച്ച് പ്രാർത്ഥിച്ച് വാങ്ങുവാൻ ഞങ്ങൾ വിളിച്ചതിനായി സ്തോത്രം. എൻ്റെ കരുണയുള്ള കർത്താവേ, നോഹ കാത്തിരുന്നു, അനുഗ്രഹം പ്രാപിച്ചു. ഞങ്ങളും മടുപ്പ് കൂടാതെ കാത്തിരിപ്പാൻ ഞങ്ങളെ ഇവിടുന്ന് ആഹ്വാനം ചെയ്തതിനായി സ്തോത്രം. എല്ലാവരെയും അനുഗ്രഹിക്കണമേ, നന്മകളാൽ നിറയ്ക്കണമേ. അത് രണ്ടാമത്തെ വേണ്ടി ഞങ്ങളെല്ലാവരെയും ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ ജയകരമായ നാമത്തിൽ തന്നെ. ആമീൻ.